Jesus told me that he is going to bless everybody and save and deliver everybody. ഇന്ന് യേശു എല്ലാവരെയും അനുഗ്രഹിക്കുവാനും രക്ഷിക്കുവാനും എല്ലാവരെയും വിടുവിക്കുവാനും പോകുകയാണെന്ന് എന്നോട് പറഞ്ഞു. Jeremiah chapter 15 and verse 20. യിരെമ്യാവ് 15:20 വാക്യത്തിൽ God says, ദൈവം പറയുന്നു, I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. To rescue you നിന്നെ വിടുവിക്കുവാൻ, and to save you, my children. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ രക്ഷിപ്പാനും. Maybe you are crying tonight, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കരയുകയാവാം, saying, Oh Lord, ഇപ്രകാരം പറഞ്ഞുകൊണ്ട്, ദൈവമേ, I am bound in my എന്റെ life. ജീവിതത്തിൽ ഞാൻ ബന്ധനത്തിലായിരിക്കുന്നു. My husband is an alcoholic. എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. He beats me every day. അദ്ദേഹം ദിനംതോറും എന്നെ അടിക്കുന്നു. How long? എത്ര കാലം ഞാനിത് സഹിക്കും? How long? ഇനിയും എത്ര കാലം? Maybe you say, ഒരുപക്ഷെ നിങ്ങൾ Lord, പറയുകയാവാം, I am an alcoholic. ദൈവമേ, ഞാനൊരു മദ്യപാനിയാണ്. I am not able to leave this എനിക്ക് habit. മദ്യപാനം ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. Because of that, I have no job. അക്കാരണത്താൽ എനിക്കൊരു ജോലിയില്ല. Nobody wants me. ആർക്കും എന്നെ ആവശ്യമില്ല. How long? എത്ര കാലം ഞാൻ How സഹിക്കേണ്ടി വരും? long? എത്ര കാലം? Maybe you say, ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ all the പറയുകയാവാം, time wrong thoughts come to me. എപ്പോഴും തെറ്റായ ചിന്തകൾ എന്റെ ഹൃദയത്തിൽ I ഉടലെടുക്കുന്നു. am forced to look at the wrong things through the internet or my phone. ഫോണിലൂടെ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ തെറ്റായ കാര്യങ്ങൾ കാണണമെന്ന മോഹം എന്നിൽ I feel ഉടലെടുക്കുന്നു. so guilty. എനിക്ക് വളരെ കുറ്റബോധം തോന്നുന്നു. When I look at my wife, I feel so എന്റെ ഭാര്യയെ guilty. കാണുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു. When I look at my husband, I feel so എന്റെ ഭർത്താവിനെ guilty. കാണുമ്പോൾ എനിക്ക് കുറ്റബോധം When തോന്നുന്നു. I look at my children, I feel so എന്റെ guilty. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെ കുറ്റബോധം തോന്നുന്നു. Guilt is tormenting me. കുറ്റബോധം എന്നെ പീഡിപ്പിക്കുകയാണ്. How എത്ര long? കാലം ഞാനിത് സഹിക്കേണ്ടി വരും? എത്ര കാലം? Curse after curse is following me. ശാപത്തിന് മേൽ ശാപം എന്നെ പിന്തുടരുന്നു. Whatever I do is a ഞാൻ failure. എന്ത് ചെയ്താലും അതൊരു പരാജയമാണ്. How long? എത്ര കാലം ഞാനിത് സഹിക്കേണ്ടി you വരും? say, ഒരുപക്ഷെ നിങ്ങൾ One പറയുകയാവാം, after the other, people are dying in my home. ഒന്നൊന്നായി എന്റെ കുടുംബാംഗങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. One after the other, people are losing their job. ഒന്നൊന്നായി എന്റെ പ്രിയപ്പെട്ടവർക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. How long? എത്ര കാലം ഇത് സഹിക്കേണ്ടി വരും? ഇനിയും എത്ര കാലം? How long? എത്ര കാലം? My friend, എന്റെ സ്നേഹിത, I know God sees your heart ദൈവം tonight. നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ അറിയുന്നു എന്ന് എനിക്കറിയാം. Tonight he says, ഇന്ന് ദൈവം പറയുന്നു, Come unto me. എന്റെ അടുക്കൽ വരുവിൻ. Come unto എന്റെ me. അടുക്കൽ വരുവിൻ. All you my children who are heavy laden, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, who are broken, മനം തകർന്നവരെ, I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. I will give you ഞാൻ rest. നിങ്ങളെ ആശ്വസിപ്പിക്കാം. I will give you ഞാൻ rest. നിങ്ങളെ ആശ്വസിപ്പിക്കാം. God says, I will give you ദൈവം പറയുന്നു, rest. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. Tonight you have come to Jesus. ഇന്ന് നിങ്ങൾ യേശുവിന്റെ അരികിൽ വന്നിരിക്കുന്നു. God says, ദൈവം പറയുന്നു, I will deliver you. ഞാൻ നിങ്ങളെ വിടുവിക്കും. I will save you. ഞാൻ നിങ്ങളെ രക്ഷിക്കും. I will come to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ I വരും. will come to ഞാൻ you. നിങ്ങളുടെ അടുക്കൽ I വരും. will not leave you as orphans in this ഞാൻ world. ഈ ലോകത്തിൽ നിങ്ങളെ അനാഥരായി വിടുകയില്ല. You will see me again. നിങ്ങൾ വീണ്ടും എന്നെ കാണും. You will see me, Jesus, again. നിങ്ങൾ കുറഞ്ഞൊന്നു കഴിഞ്ഞ യേശുവായ എന്നെ കാണും. And when you see me, നിങ്ങൾ എന്നെ കാണുമ്പോൾ your sorrow will turn into joy. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. Your sorrow will turn into നിങ്ങളുടെ joy. ദുഃഖം സന്തോഷമായി തീരും. Tonight your sorrow will turn into joy. ഇന്ന് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. Because God says, കാരണം ദൈവം പറയുന്നു, I am with you to rescue you നിങ്ങളെ വിടുവിക്കുവാൻ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. and save you. നിങ്ങളെ രക്ഷിക്കുവാനും. Man may have forsaken, മനുഷ്യർ നിങ്ങളെ കൈവിട്ടിരിക്കാം, but I am എന്നാൽ with ഞാൻ you. നിങ്ങളോട് കൂടെയുണ്ട്. I am with ഞാൻ you. നിങ്ങളോട് കൂടെയുണ്ട്. I am with ഞാൻ you. നിന്നോട് കൂടെയുണ്ട്. Jesus says, I am with യേശു you. പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. You are not an orphan in this world. നിങ്ങൾ ഈ ലോകത്തിൽ അനാഥരല്ല. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. If you read the Bible, നിങ്ങൾ വേദപുസ്തകം in വായിക്കുകയാണെങ്കിൽ Matthew 1:21, മത്തായി 1:21 വാക്യം, you know what is the meaning of the name of Jesus is? യേശു എന്ന നാമത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? Jesus means യേശു എന്നാൽ the one who will deliver his people and save them from all their sins. തന്റെ ജനത്തെ സകല പാപങ്ങളിൽ നിന്നും വിടുവിച്ച് അവരെ രക്ഷിക്കുന്ന വ്യക്തിയാണ്. Jesus who will save us from all our sins. യേശു നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. Yes, Jesus came to save us. അതെ, യേശു നമ്മെ രക്ഷിക്കുവാനാണ് വന്നത്. To save us. നമ്മെ രക്ഷിക്കുവാനാണ് വന്നത്. When I was a young boy, ഞാനൊരു യുവാവായിരുന്നപ്പോൾ, before getting married, എന്റെ വിവാഹത്തിന് മുൻപ്, maybe 18 years old, എനിക്കൊരു 18 വയസ്സ് പ്രായമുള്ളപ്പോൾ, one day I was with my sister in the car
and I was driving the car to the airport. ഒരു ദിവസം ഞാനും എന്റെ സഹോദരിയും എയർപോർട്ടിലേക്ക് കാർ ഓടിച്ചു പോകുകയായിരുന്നു. And I was driving very fast. ഞാൻ അതിവേഗത്തിലാണ് കാർ ഓടിച്ചിരുന്നത്. Because the time for my father's flight was very near, I had to reach the airport and receive him on time. കാരണം എന്റെ പിതാവിന്റെ ഫ്ലൈറ്റ് എത്തിച്ചേരുന്നതിനുള്ള സമയമായിരുന്നു. എനിക്ക് ഉടനടി എയർപോർട്ടിൽ എത്തണമായിരുന്നു. And it was a dark night. അന്ന് നല്ല ഇരുട്ടുള്ള രാത്രിയായിരുന്നു. That time Chennai did not have many street അന്ന് lights. ചെന്നൈയിൽ അത്രമാത്രം തെരുവു വിളക്കുകൾ ഉണ്ടായിരുന്നില്ല. So in that dark night on a dark ആകയാൽ road, ആ ഇരുട്ടുള്ള രാത്രിയിൽ ഇരുണ്ട വഴികളിലൂടെ I was driving so ഞാൻ fast. അതിവേഗം കാർ And ഓടിക്കുകയായിരുന്നു. suddenly I saw road blocks. പെട്ടെന്നാണ് റോഡിന് നടുവിൽ ഒരു തടസ്സം ഞാൻ കണ്ടത്. They had put black tar tins on a black tarred road on a dark night. അവർ ആ ഇരുണ്ട രാത്രിയിൽ കറുത്ത റോട്ടിൽ കറുപ്പ് നിറമുള്ള ടാർ വീപ്പകൾ At വെച്ചിരുന്നു. the last moment I pressed the brake. അവസാന നിമിഷം ഞാൻ ബ്രേക്ക് അമർത്തി. And the car screeched and it was skidding towards the black tar tins. കാർ എങ്ങനെയോ നിന്നു. അത് ആ കറുത്ത ടാർ വീപ്പയ്ക്ക് നേരെ തെന്നി നീങ്ങി. I thought I'm going to hit those tar കാർ ആ tins. ടാർ വീപ്പയിൽ ചെന്ന് ഇടിക്കുവാൻ പോകുകയാണെന്ന് But എനിക്ക് then I തോന്നി. realized there were policemen standing എന്നാൽ there. പിന്നീടാണ് അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് And I മനസ്സിലായത്. thought 4 policemen also will be finished ഞാൻ today. വിചാരിച്ചു 4 പോലീസുകാരുടെ കഥയും ഇന്ന് കഴിയുമെന്ന്. And the car skid straight towards them. കാർ അവരുടെ നേരെ നിരങ്ങി നീങ്ങി. At the last moment, the 4 policemen jumped and ran out of the street. അവസാന നിമിഷം ആ 4 പോലീസുകാരും കാറിന്റെ മുൻപിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. Thank God the car went and stood just in front of the tar tin. ദൈവത്തിന് നന്ദി, കാർ ടാർ വീപ്പയിൽ ഇടിക്കാതെ ആ വീപ്പയ്ക്ക് മുൻപിൽ പോയി നിന്നു. And my heart was beating. എന്റെ ഹൃദയം അതിവേഗം മിടിച്ചുകൊണ്ടേയിരുന്നു. And the policemen came running. കാർ നിന്ന ഉടനെ പോലീസുകാർ ഓടി വന്നു. I said, "Who are you?" അവർ ചോദിച്ചു, നീ ആരാണ്? I thought I'll be finished. എന്റെ കഥ കഴിഞ്ഞെന്ന് ഞാൻ തീരുമാനിച്ചു. I jumped before them. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. I said, ഞാൻ പറഞ്ഞു, "It's a dark night. ഇന്ന് ഇരുട്ടുള്ള രാത്രിയാണ്, Dark road. കറുത്ത റോഡാണ്. You put black tins as a റോഡ് roadblock. തടയുന്നതിനെ നിങ്ങൾ കറുത്ത ടാർ വീപ്പകളാണ് No വെച്ചിരിക്കുന്നത്. light. ഇവിടെ വെളിച്ചവുമില്ല. How can you expect me to see it?" എനിക്കത് കാണാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? They said, "But you are very അവർ fast. പറഞ്ഞു, എന്നാൽ നീ വളരെ വേഗത്തിലാണ് We വന്നത്. are going to charge you." ഞങ്ങൾ നിന്റെ മേൽ കുറ്റം ചുമത്തുവാൻ But പോകുന്നു. then the man എന്നാൽ asked, പിന്നീട് അദ്ദേഹം ചോദിച്ചു, "Who are you?" നീ ആരാണ്? Then I got a wisdom that time. അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി ഉദിച്ചത്. I said, "I am brother Dinakaran's son." ഞാൻ പറഞ്ഞു, ഞാൻ സഹോദരൻ ദിനകരന്റെ മകനാണ്. They said, "Brother Dinakaran who അദ്ദേഹം preaches? ചോദിച്ചു, പ്രസംഗിക്കുന്ന സഹോദരൻ ദിനകരന്റെ Brother മകനാണ്? Dinakaran who prays for the people?" ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനകരന്റെ മകൻ. I said, "Yes, yes, yes." ഞാൻ പറഞ്ഞു, അതെ അതെ, അദ്ദേഹത്തിന്റെ But മകനാണ്. then they said, അപ്പോൾ അവർ പറഞ്ഞു, "Your father is praying to save our lives, but you are driving to kill our lives." ഞങ്ങളുടെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി നിന്റെ പിതാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ ഞങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയാണ് നീ വണ്ടി ഓടിക്കുന്നത്. But then they said, പിന്നീട് അവർ പറഞ്ഞു, "Because of your father's name, we are leaving you. നിന്റെ പിതാവിന്റെ സൽപ്പേര് നിമിത്തം ഞങ്ങൾ നിന്നെ വെറുതെ വിടുന്നു. You are saved because of your father's name." നിന്റെ പിതാവിന്റെ നാമം നിമിത്തമാണ് നീ രക്ഷപ്പെട്ടത്. I said, "Praise the Lord." ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തുതി. But today my father is gone. എന്നാൽ ഇന്ന് എന്റെ പിതാവ് എന്നെ വിട്ടു He പോയിരിക്കുന്നു. has passed away from the earth. ഇന്ന് അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. My father cannot save me now. ഇപ്പോൾ എന്റെ പിതാവിന് എന്നെ രക്ഷിക്കാനാവില്ല. But there is one who can still എന്നാൽ save me. ഇപ്പോഴും എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു And പിതാവുണ്ട്. there is one who can still save നിങ്ങളെ you. രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു പിതാവുണ്ട്. That's your heavenly father, Jesus അത് Christ. നിങ്ങളുടെ സ്വർഗീയ പിതാവായ യേശുവാകുന്നു. He will never die. യേശു ഒരിക്കലും മരിക്കുകയില്ല. Jesus said, "I was dead once. യേശു പറഞ്ഞു, ഒരിക്കൽ ഞാൻ For മരിച്ചവനായിരുന്നു, you I gave my ഞാൻ life. നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ വെടിഞ്ഞു. For you to live I gave my life, my നിങ്ങൾ child. ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ വെടിഞ്ഞു. But I rose up from the എന്നാൽ dead. മരണത്തിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റു. I am alive. ഇന്ന് ഞാൻ ജീവിക്കുന്നു. I am alive. ഞാൻ ജീവിക്കുന്നു. I am alive. ഞാൻ ജീവിക്കുന്നു. I am alive. ഞാൻ ജീവിക്കുന്നു. I, Jesus, am alive. യേശുവായ ഞാൻ ജീവിക്കുന്നു. Call my name. എന്റെ നാമം വിളിച്ചപേക്ഷിപ്പിൻ. Ask anything in my name. എന്റെ നാമത്തിൽ എന്ത് വേണമെങ്കിലും I യാചിപ്പിൻ. am with you to rescue നിങ്ങളെ you. വിടുവിക്കുവാൻ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. I am with you to save you. നിങ്ങളെ രക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. Let not your heart be troubled, my precious, precious brothers and sisters. എന്റെ വിലയേറിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. You don't need anybody in this world. നിങ്ങൾക്ക് ഈ ലോകത്തിൽ മറ്റാരെയും You ആവശ്യമില്ല. have your heavenly Father to love you. നിങ്ങളെ സ്നേഹിക്കുവാൻ നിങ്ങളുടെ സ്വർഗീയ പിതാവുണ്ട്. He will make everybody to love you in the world.
നിങ്ങളെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിലെ എല്ലാവരെയും ദൈവം He will പ്രാപ്തരാക്കും. make you love ഈ everybody in the ലോകത്തിലെ world. സകലരെ കൊണ്ടും ദൈവം നിങ്ങളെ സ്നേഹിപ്പിക്കും. You'll be more than a conqueror. നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ചവരാകും. Tonight Jesus is ready to come to ഇന്ന് you. യേശു നിങ്ങളുടെ അടുക്കൽ വരാൻ തയ്യാറായിരിക്കുന്നു. Will you open your heart? നിങ്ങൾ ഹൃദയം തുറക്കുമോ? Tell him, Jesus, പറയുവിൻ, യേശുവേ, I need you. എനിക്ക് അങ്ങയെ I ആവശ്യമുണ്ട്. need you. എനിക്ക് അങ്ങയെ I need ആവശ്യമുണ്ട്. you. എനിക്ക് അങ്ങയെ I ആവശ്യമുണ്ട്. need you. എനിക്ക് അങ്ങയെ Come ആവശ്യമുണ്ട്. into my എന്റെ heart. ഹൃദയത്തിലേക്ക് Come വരേണമേ. into my എന്റെ family. കുടുംബത്തിലേക്ക് വരേണമേ. Come, Lord. വരേണമേ. Come. ദൈവമേ വരേണമേ. As you call him, നിങ്ങൾ ദൈവത്തെ വിളിച്ച് he അപേക്ഷിക്കുന്നു. will joyfully come into your ദൈവം heart. സന്തോഷത്തോടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് You വരും. don't need to run around to search for God. നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് അങ്ങും ഇങ്ങും അലയേണ്ട ആവശ്യമില്ല. He is coming to live in your heart. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ വരുന്നു. Your heart will be the home of God. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ഭവനമായി തീരും. Tonight as you ask. ഇന്ന് നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ, Tonight as you ask. ഇന്ന് നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ Open your heart to Jesus. ഹൃദയം യേശുവിന് തുറക്കുവിൻ. And he will come into you യേശു right ഇപ്പോൾ now. തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. What are the things that he saves in നമ്മുടെ our ജീവിതത്തിൽ lives? എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത്? Whom does he save? ആരെയാണ് ദൈവം രക്ഷിക്കുന്നത്? He saves the sinner. ദൈവം പാപികളെ രക്ഷിക്കുന്നു. He saves the ദൈവം sinners. പാപികളെ രക്ഷിക്കുന്നു. 1 Timothy 1:15 the Bible 1 says, തിമോഥെയോസ് 1:15 വചനം പറയുന്നു, Christ Jesus came to save sinners. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. In Matthew 16 and verse 26, മത്തായി 16:26 വാക്യത്തിൽ the Bible says, വചനം പറയുന്നു, What shall it profit a man if he gains the whole world but still loses his soul? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? There was a great famous actress in India, ഇന്ത്യയിൽ സുപ്രസിദ്ധയായ ഒരു സിനിമാ നടി ഉണ്ടായിരുന്നു. and she was so popular and loved by millions in this nation. അവർ സുപ്രസിദ്ധയായിരുന്നു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അവരെ Very സ്നേഹിച്ചിരുന്നു. glamorous. അവർ എല്ലാവരെയും She ആകർഷിച്ചിരുന്നു. was earning crores of അവർ rupees. കോടിക്കണക്കിന് രൂപ She got സമ്പാദിച്ചിരുന്നു. the national award, അവർക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു. and she had a beautiful daughter. അവർക്ക് സുന്ദരിയായ ഒരു മകൾ The ഉണ്ടായിരുന്നു. daughter grew up. ആ മകൾ വളർന്നു വലുതായി. Everything was perfect. അവരുടെ ജീവിതം സുഖകരമായി But മുന്നോട്ട് then നീങ്ങി. she fell in love with another man who was an actor. എന്നാൽ പിന്നീടാണ് മറ്റൊരു നടനുമായി ആ നടി പ്രണയത്തിലായത്. He was a married man, അയാൾ ഒരു വിവാഹിതനായിരുന്നു. but she never got to him. എന്നാൽ ആ നടിക്ക് അയാളെ സ്വന്തമാക്കാനായില്ല. He rejected her. ആ മനുഷ്യൻ ആ നടിയെ Her തിരസ്കരിച്ചു. heart broke. അവരുടെ ഹൃദയം She തകർന്നുപോയി. got into drugs, ആ നടി മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടു. and she struggled in life. അവർ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടു. The daughter grew up, മകൾ വളർന്നു വലുതായി. got married, അവളുടെ വിവാഹം and കഴിഞ്ഞു. because of the mother's acts, she left the home. എന്നാൽ അമ്മയുടെ പ്രവൃത്തികൾ നിമിത്തം ആ മകൾ വീട് വിട്ടുപോയി. This broke her more ഇത് ആ നടിയെ കൂടുതലായി and തകർത്തു. suffered so much. അവർ വളരെ കഷ്ടപ്പെട്ടു. Loneliness killed her. ഏകാന്തത അവളെ ഹനിച്ചു. One side she was so adored by millions of people. ഒരു ഭാഗത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ആ നടിയെ The other ആരാധിച്ചിരുന്നു. side she was in despair. എന്നാൽ മറുഭാഗത്ത് അവർ കടുത്ത നിരാശയിലായിരുന്നു. All alone. തികച്ചും ഏകയായിരുന്നു. Finally, ഒടുവിൽ she could not bear to live this life. അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. Drugs overpowered her മയക്കുമരുന്നുകൾ അവരെ കീഴ്പ്പെടുത്തി. and she ഒടുവിൽ died. അവർ മരിച്ചു. For 3 days nobody searched for her. 3 ദിവസം ആരും അവരെ അന്വേഷിച്ചു വന്നില്ല. Only on the 3rd day the neighbors complained and they opened the door and found her dead. 3-ാമത്തെ ദിവസമാണ് അയൽവാസികൾ പരാതിപ്പെട്ടത്. അവർ വീട് തുറന്നു നോക്കിയപ്പോൾ അവർ മരിച്ചിരുന്നു. That is the power of sin. അതാകുന്നു പാപത്തിന്റെ ശക്തി. The Bible says in Romans 6:23, റോമർ 6:23 വചനം പറയുന്നു, the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. The wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. But thanks be to God for the grace of God which gives us എന്നാൽ eternal life. ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം കരേറ്റാം. അത് നമുക്ക് നിത്യജീവൻ നൽകുന്നു. Maybe your soul is dead because of your sin. ഒരുപക്ഷെ പാപം നിമിത്തം നിങ്ങളുടെ ആത്മാവ് മരിച്ചിരിക്കാം. Sinful actions. പാപപ്രവൃത്തികൾ നിമിത്തം, Because curses have come because of your sin. പാപം
പാപനിമിത്തം ശാപങ്ങൾ നിങ്ങളെ പിടികൂടിയിരിക്കാം. Jesus says, I am coming എന്നാൽ to you. യേശു പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു. The Bible says in Isaiah 53 and verse 5, യെശയ്യാവ് 53:5 വാക്യത്തിൽ വചനം പറയുന്നു, Jesus took all our sins upon himself on the cross. കാൽവറി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെല്ലാം യേശുക്രിസ്തു തന്റെ മേൽ വഹിച്ചു. When God saw that man was suffering, unable to come out of പാപത്തിൽ sin, നിന്ന് രക്ഷ നേടുവാൻ സാധിക്കാതെ പുരുഷന്മാർ കഷ്ടപ്പെടുന്നത് ദൈവം കണ്ടപ്പോൾ, the women were suffering in their sins, unable to save themselves. പാപത്തിൽ നിന്ന് തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ കഴിയാതെ സ്ത്രീകൾ കഷ്ടപ്പെടുകയായിരുന്നു. God came down into this world in the form of a human being. അപ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി His വന്നു. name was Jesus. ആ ദൈവത്തിന്റെ പേര് യേശു And he came എന്നായിരുന്നു. into the world. യേശു ഭൂമിയിലേക്ക് And വന്നു. he suffered all the problems that you and I go through. നിങ്ങളും ഞാനും കടന്നുപോകുന്ന സകല പ്രശ്നങ്ങളും യേശു സഹിച്ചു. And finally he had to destroy the death caused by sin through his own death. ഒടുവിൽ പാപം നിമിത്തമുണ്ടായ മരണത്തെ തന്റെ മരണത്തിലൂടെ യേശു നശിപ്പിക്കേണ്ടി വന്നു. And only the pure blood of a human being can cleanse another person. ഒരു മനുഷ്യന്റെ നിർമ്മലമായ രക്തത്തിന് മാത്രമേ മറ്റൊരു വ്യക്തിയെ കഴുകി ശുദ്ധീകരിക്കാനാവൂ. Not the blood of bulls and goats. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് അത് സാധിക്കില്ല. And no man, no woman is holy in this world. ഈ ലോകത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും വിശുദ്ധരല്ല. So God came in the form of a human being, perfect and holy with holy blood. ആകയാൽ വിശുദ്ധനും നിർമ്മലനുമായി വിശുദ്ധ രക്തത്തോടെ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി And he അവതരിച്ചു. went to the cross. യേശു കാൽവറി ക്രൂശിലേക്ക് Took കടന്നു ചെന്നു. all our sins upon him. നമ്മുടെ സകല പാപങ്ങളും തന്റെ മേൽ He വഹിച്ചു. said these men should not be punished, these women should not be യേശു punished. പറഞ്ഞു, പാപം നിമിത്തം ഈ പുരുഷന്മാരും സ്ത്രീകളും ശിക്ഷിക്കപ്പെടരുത്. For them let me become a sacrifice. അവർക്ക് വേണ്ടി ഞാനൊരു യാഗമായി For തീരട്ടെ. their sins let me be beaten, let me go through all the agony caused by sin. അവരുടെ പാപങ്ങൾക്കായി ഞാൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങട്ടെ. പാപം നിമിത്തമുണ്ടായ സകല കഠിന വ്യതകളിലൂടെയും ഞാൻ കടന്നു പോകട്ടെ. Jesus said, let me be punished യേശു പറഞ്ഞു, ഞാൻ for ശിക്ഷിക്കപ്പെടട്ടെ. no sin of mine, എന്റേതല്ലാത്ത but for the പാപത്തിന്, sins of the whole world. എന്നാൽ ലോകത്തിന്റെ പാപത്തിന് മുഴുവൻ Let പരിഹാരമായി me be punished. ഞാൻ ശിക്ഷ Let my ഏറ്റുവാങ്ങട്ടെ. blood be shed. എന്റെ രക്തം ചൊരിയപ്പെടട്ടെ. That's why he offered himself as a sacrifice for you and me to be forgiven of our sins. അതുകൊണ്ടാണ് നിങ്ങളുടെയും എന്റെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടി യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. യേശു Jesus, യേശു God in flesh, ജഡത്തിൽ വെളിപ്പെട്ട took ദൈവം all our sins upon himself. നമ്മുടെ സകല പാപങ്ങളും തന്റെ മേൽ He വഹിച്ചു. suffered. യേശു കഷ്ടം He paid സഹിച്ചു, the price. വില He നൽകി. took the punishment യേശു ശിക്ഷ and ഏറ്റുവാങ്ങി. he shed his blood. യേശു തന്റെ രക്തം Of ചിന്തി. course, he destroyed death, തീർച്ചയായും യേശു മരണത്തെ നശിപ്പിച്ചു. the death which comes because of sin. പാപം നിമിത്തമുണ്ടായ മരണത്തെ നശിപ്പിച്ചു. And he rose upon the third day. യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. Jesus rose up. യേശു ഉയർത്തെഴുന്നേറ്റു. He came up alive. യേശു ജീവനോടെ Today ഉയർത്തെഴുന്നേറ്റു. he's alive. ഇന്ന് യേശു Yes, ജീവിക്കുന്നു. give the Lord a big hand clap and praise him. അതെ, കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കുവിൻ. Praise him. He is സ്തുതിക്കുവിൻ. alive. യേശു He is ജീവിക്കുന്നു. alive. യേശു He is ജീവിക്കുന്നു. alive. യേശു You know why ജീവിക്കുന്നു. he is alive? യേശു ജീവനോട് ഇരിക്കുന്നത് To എന്തിനാണെന്ന് take അറിയാമോ? every one of your sins out of you. നിങ്ങളുടെ ഓരോ പാപങ്ങളിൽ നിന്നും നിങ്ങളെ If രക്ഷിക്കുന്നതിന് you വേണ്ടി. read Luke chapter 18 and verse 13, നിങ്ങൾ ലൂക്കോസ് 18:13 വാക്യം a man who വായിക്കുകയാണെങ്കിൽ, was a sinner cried to God അവിടെ പാപിയായ ഒരു മനുഷ്യൻ ദൈവത്തോട് and said, നിലവിളിക്കുന്നു. "Oh God, I am a sinner. Have mercy on അവൻ me. ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്നോട് കരുണ Have തോന്നണമേ. mercy on me. എന്നോട് കരുണ തോന്നണമേ. Have mercy on me." എന്നോട് കരുണ തോന്നണമേ. As he cried, God said, "This man has cried for his sins. I will forgive അവൻ him." നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഈ മനുഷ്യൻ തന്റെ പാപങ്ങളോർത്ത് എന്നോട് നിലവിളിച്ചിരിക്കുന്നു, ഞാൻ ഇവനോട് ക്ഷമിക്കും. Tonight you have to cry. ഇന്ന് നിങ്ങൾ നിലവിളിക്കേണ്ടതുണ്ട്. Tonight you have to cry. ഇന്ന് നിങ്ങൾ കരയണം. Cry to Jesus, യേശുവിനോട് who is നിലവിളിക്കണം. here right now by your side. ഇപ്പോൾ യേശു നിങ്ങളുടെ അരികിലുണ്ട്. Right now by your side. യേശു നിങ്ങളുടെ അരികിലുണ്ട്. And tell him, "Oh God, ദൈവത്തോട് പറയുവിൻ, I am a sinner. ഞാനൊരു പാപിയാണ്, Forgive me. എന്നോട് ക്ഷമിക്കണമേ. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Cleanse me with your blood." അങ്ങയുടെ രക്തത്താൽ എന്നെ The കഴുകണമേ. blood of Jesus Christ cleanses us from all sins. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. All sins. സകല പാപവും Now പോക്കി. Jesus will come. ഇപ്പോൾ യേശു വരും. He'll remove the root of sin from you.
നിങ്ങളിൽ നിന്ന് പാപത്തിന്റെ വേരെ He will പിഴുതെറിയും. remove the root of evil pleasures, root of the curse of sin from you. യേശു ദുർമോഹങ്ങളുടെയും പാപത്തിന്റെ ശാപത്തിന്റെയും വേരെ നിങ്ങളിൽ നിന്ന് പിഴുതെറിയും. And all your past sins will be wiped away. നിങ്ങളുടെ ഭൂതകാല പാപങ്ങളെല്ലാം തുടച്ചു He will മാറ്റപ്പെടും. make you a new person. യേശു നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കി New മാറ്റും. person. ഒരു പുതിയ The blood വ്യക്തിയാക്കും. of Jesus Christ cleanses us from all sin. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ Now ശുദ്ധീകരിക്കുന്നു. He will cleanse you. ഇപ്പോൾ യേശു നിങ്ങളെ He is ശുദ്ധീകരിക്കും. here right now. യേശു ഇവിടെ Wherever you are, നിങ്ങൾ tell എവിടെയാണ്? Him, Jesus, പറയുവിൻ, cleanse യേശുവേ me, എന്നെ wash ശുദ്ധീകരിക്കണമേ, me, എന്നെ wash കഴുകണമേ, my husband, എന്റെ ഭർത്താവിനെ wash my കഴുകണമേ, children of their എന്റെ sins. കുഞ്ഞുങ്ങളുടെ പാപം പോക്കി അവരെ ശുദ്ധീകരിക്കണം. Wash us with your blood, Lord Jesus. യേശുവേ അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ Will you ശുദ്ധീകരിക്കണമേ. all say, Jesus, wash me of my sins with your blood. യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്റെ പാപം പോക്കി എന്നെ I ശുദ്ധീകരിക്കണമേ. believe ഞാൻ വിശ്വസിക്കുന്നു that you are cleansing me. അങ്ങനെ കഴുകി വെടിപ്പാക്കുകയാണെന്ന്. Jesus, യേശുവേ I receive the forgiveness of sins from you. ഞാൻ അങ്ങിൽ നിന്ന് പാപക്ഷമ സ്വീകരിക്കുന്നു. I am your child now. ഞാൻ ഇപ്പോൾ അങ്ങയുടെ പൈതലാണ്. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Praise the Lord. ദൈവത്തെ From today സ്തുതിക്കുവിൻ. you're the child of Jesus. ഇന്നു മുതൽ നിങ്ങൾ യേശുവിന്റെ പൈതലാണ്. You should never go back to sin again. നിങ്ങൾ പാപത്തിലേക്ക് ഇനി ഒരിക്കലും If തിരിച്ചു you have been പോകില്ല. taking bribes, stop it. നിങ്ങൾക്ക് കൈക്കൂലി വാങ്ങുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതെല്ലാം If നിർത്തുവിൻ. you have been sinning in your body with your flesh, stop it. നിങ്ങൾ ശാരീരികമായി പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുവിൻ. If you've been beating your children, beating your wife, stop it. നിങ്ങൾ ഭാര്യയെയും മക്കളെയും അടിക്കുന്നുണ്ടെങ്കിൽ അത് Throw away നിർത്തുവിൻ. alcohol. മദ്യപാനം Throw away ഉപേക്ഷിക്കുവിൻ. cigarettes. സിഗരറ്റ് Throw എറിഞ്ഞു away കളയുവിൻ. drugs. മയക്കുമരുന്നുകൾ Throw away എറിഞ്ഞു കളയുവിൻ. wrong things that you see in your phone നിങ്ങൾ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അശ്ലീല രംഗങ്ങൾ മായ്ച്ചു കളയുവിൻ. and turn to Jesus. യേശുവിങ്കിലേക്ക് തിരിയുവിൻ. Turn to Jesus. യേശുവിങ്കിലേക്ക് തിരിയുവിൻ. Have fellowship with those who love the Lord. ദൈവത്തെ സ്നേഹിക്കുന്നവരുമായി കൂട്ടായ്മ ആചരിക്കുവിൻ. God will protect you. ദൈവം നിങ്ങളെ സംരക്ഷിക്കും. God will protect you. ദൈവം നിങ്ങളെ സംരക്ഷിക്കും. Psalm 72 and verse 13 says, സങ്കീർത്തനം 72:13 പറയുന്നു, the Lord will take pity on the weak and save the needy from death. എളിയവനെയും ദരിദ്രനെയും ദൈവം ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ ദൈവം രക്ഷിക്കും. Psalm 121 and verse 7 says, സങ്കീർത്തനം 121:7 പറയുന്നു, the Lord will watch over your souls. ദൈവം നിങ്ങളുടെ പ്രാണനെ പരിപാലിക്കും. He will keep you holy in this world, connected to ദൈവം ഈ ലോകത്തിൽ Jesus. നിങ്ങളെ യേശുവുമായി ബന്ധിപ്പിച്ച് നിങ്ങളെ വിശുദ്ധരായി കാത്തു സൂക്ഷിക്കും. And when you die, He will take you to heaven to live with Him forever. നിങ്ങൾ മരിക്കുമ്പോൾ തന്നോടൊപ്പം എന്നേക്കും ജീവിക്കുന്നതിനെ ദൈവം നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. Today you have become the child of Jesus. ഇന്ന് നിങ്ങൾ യേശുവിന്റെ പൈതലായി തീർന്നിരിക്കുന്നു. God in flesh. ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ. He will be with you to protect you. ആ ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. Live a holy life with the help of Jesus. യേശുവിന്റെ സഹായത്തോടെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവിൻ. I'm going to introduce to you a couple who had such a blessing. ഇതുപോലെ അത്ഭുതം പ്രാപിച്ച ദമ്പതികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നു. Pastor Rajiv and Mrs. പാസ്റ്റർ Sangeeta. രജീവും അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീതയും. Let's hear what God did for them. ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. Say your name and tell us what God did for you. പേര് പറഞ്ഞ് ദൈവം നിങ്ങൾക്ക് എന്താണ് ചെയ്തതെന്ന് പറയൂ. എൻ്റെ പേര് രാജു യാദവ് എന്നാണ്. ഞാൻ ഔറംഗാബാദിൽ നിന്നാണ്. എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് നായികാവ് എന്നാണ്. ഇത് എൻ്റെ ഭാര്യ സംഗീത. ഇത് എൻ്റെ മകൾ, പേര് മഹിമ. ഞാൻ വിവാഹം കഴിച്ചത് 2004 2006 മുതൽ എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കടന്നു വന്നു തുടങ്ങി. ഞാൻ എൻ്റെ ഭാര്യയോട് തെറ്റായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ഞാൻ അവളുടെ അടുത്ത് പോവില്ല. വളരെ മോശമായ രീതിയിലാണ് അവളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഞാൻ അവൾക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കി. അവൾ ഗർഭിണിയായപ്പോൾ ഞാൻ അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. കൈകൊണ്ടും വടികൊണ്ടും ഒക്കെ അവളെ അടിച്ചു. ഇങ്ങനെ അവളോട് ഒരുപാട് മോശമായി പെരുമാറി. കൂടാതെ ചീത്ത വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഇത് ഞങ്ങളെ വിവാഹമോചനത്തിൻ്റെ അടുത്ത് വരെ എത്തിച്ചു.
ഞങ്ങൾ വിവാഹമോചിതരാവാൻ പോവുകയായിരുന്നു. ആ സമയത്ത് ഞാൻ വളരെ അസ്വസ്ഥനായി. കാരണം എനിക്ക് അവളോട് മനസ്സിൽ സ്നേഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹമോചനം നടക്കരുതേ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു. അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. രാത്രി കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ കണ്ണ് തുറന്ന് കിടക്കും. പിന്നീട് എൻ്റെ അമ്മ പറഞ്ഞു, ഔറംഗാബാദിൽ ഡോക്ടർ പോൾ ദിനകരൻ്റെ ഒരു സഭയുണ്ട്, അവിടേക്ക് പോയി നോക്കുക എന്ന്. പക്ഷെ അവിടെ ചെല്ലാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ആ സഭയിലേക്ക് പോയി. എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു, എൻ്റെ മകന് ഇവിടേക്ക് വരാനുള്ള തടസ്സങ്ങൾ നീക്കി തരണമേ എന്ന്. അങ്ങനെ സത്യമായിട്ടും പരിശുദ്ധാത്മാവ് എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർ പോൾ ദിനകരൻ എൻ്റെ പേര് വിളിച്ചു. എന്നിട്ട് പ്രവചിച്ചു, രാജു, നീ ഇവിടെ വന്നിരിക്കുന്നു. നിനക്കൊരു കുടുംബമുണ്ട്. നിന്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ വന്നിട്ടുണ്ട്. നീ പാപം ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നീ വാസ്തവത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. നിന്റെ മകൾക്കും അതുപോലെ നിന്റെ ഭാര്യയ്ക്കും നീ ഒരുപാട് കഷ്ടപ്പാടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പാപങ്ങളാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബം നിന്നെ ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. നീ പാപം ചെയ്തിരിക്കുന്നു. എന്നാൽ ഇന്ന് നീ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്നു. രാജീവ്, God touches you right now. ദൈവം ഇപ്പോൾ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. In the relationship with your wife, you have sinned. നിന്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ നീ പാപം ചെയ്തിരിക്കുന്നു. You have sinned against your wife and the relationship with her. നീ ഭാര്യക്കെതിരായി അവളുമായുള്ള ബന്ധത്തിൽ പാപം ചെയ്തിരിക്കുന്നു. You are repenting ഈ tonight. രാത്രിയിൽ നീ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. Jesus transforms you and forgives you. യേശു നിന്നോട് ക്ഷമിച്ച് നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം എൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. മിന്നലേറ്റതുപോലെ ഞാൻ നിന്നിടത്ത് നിന്ന് താഴേക്ക് വീണു. പിന്നീട് ഞാൻ എഴുന്നേറ്റു. എൻ്റെ മനസ്സിൽ ആലോചിക്കാൻ തുടങ്ങി, ഞാൻ സത്യത്തിൽ പാപിയാണെന്ന്. ആ സ്ഥലത്ത് വെച്ച് ഞാൻ പശ്ചാത്തപിച്ചു. എന്നിട്ട് ഞാൻ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞു. എൻ്റെ ജീവിതം ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു. പിതാവേ, ഞാൻ സത്യമായിട്ടും ഒരു പാപിയാണ്. എൻ്റെ ഭാര്യയെ ഞാൻ ദ്രോഹിച്ചു. അവൾ ഗർഭിണിയായിരുന്നപ്പോൾ കൈകൊണ്ടും വടികൊണ്ടും ഞാൻ അവളെ അടിച്ചു. ഞാൻ അവിടെ വെച്ച് തന്നെ യേശുവിനെ വിളിച്ചു കരഞ്ഞു. ഞാൻ പോൾ ദിനകരൻ സാറിന് കടമപ്പെട്ടവനാണ്. അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ എൻ്റെ പേര് വിളിച്ചു. കൂടാതെ ഞാൻ യേശുവിന് നന്ദി പറയുന്നു. 2016 എനിക്ക് PTHൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇന്ന് ഞാൻ ഔറംഗാബാദിൽ ബിലീവേഴ്സ് ചർച്ചിൽ ജോലി ചെയ്യുന്നു. ആമേൻ. Amen. Shall we give the Lord a big hand clap? ആമേൻ. കരഘോഷം മുഴക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. How correctly God revealed his എത്ര life. കൃത്യമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ ദൈവം Today വെളിപ്പെടുത്തിയത്. God has transformed them. ഇന്ന് ദൈവം അവരെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. And they are affectionate husband and wife and darling ഇന്ന് child. പരസ്പര സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായി അവർ ജീവിക്കുന്നു. Hello. Praise the Lord. ദൈവത്തിന് സ്തുതി. Our sister was crying when brother was testifying. സഹോദരൻ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ സഹോദരി കരയുകയായിരുന്നു. Today they have tears of joy. ഇന്നിവർ ആനന്ദ കണ്ണീർ ചൊരിയുന്നു. Our brother humbly repented and said, Lord, I will not beat my wife again. I will not suspect my നമ്മുടെ wife സഹോദരൻ again. താഴ്മയോടെ അനുദപിച്ചു. ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, ഞാൻ ഇനി എന്റെ ഭാര്യയെ അടിക്കുകയില്ല, അവളെ സംശയിക്കുകയില്ല. And Jesus forgave him. യേശു അദ്ദേഹത്തോട് ക്ഷമിച്ചു. Today God has built their family ഇന്ന് life. ദൈവം അവരുടെ കുടുംബ ജീവിതത്തെ കെട്ടിപ്പണിതിരിക്കുന്നു. And he is serving the Lord today. ഇന്ന് ഇദ്ദേഹം ദൈവത്തെ സേവിക്കുന്നു. What great transformation. എത്ര വലിയ മാനസാന്തരമാണിത്. Yes, God will do it for you. അതെ, ദൈവം നിങ്ങൾക്കും അപ്രകാരം ചെയ്യും. My dear friends, പ്രിയ സ്നേഹിത, how many of you want Jesus to come into your heart tonight? യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? Wonderful to see all your hands. Raise it high before നിങ്ങൾ God. ദൈവത്തിന് മുൻപാകെ കരം ഉയർത്തുവിൻ. Now I am going to pray ഞാനിപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. that God will answer your prayer to him ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. and he will release you from your sins which have brought a curse in your family, in your life. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ശാപം കൊണ്ടുവന്ന സകല പാപത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. Lord, hold on to the hand of each one here. ദൈവമേ, ഇവിടെയുള്ള ഓരോരുത്തരുടെയും കരമങ്ങ് പിടിക്കണമേ. Wash them with your blood, Lord അങ്ങയുടെ Jesus. രക്തത്താൽ അവരെ കഴുകി വെടിപ്പാക്കണമേ. Wash them with your blood. അവരെ കഴുകി വെടിപ്പാക്കണമേ. Let every sin and sinful addiction and curse leave them in Jesus' സകല name. പാപവും പാപ സ്വഭാവവും പാപം നിമിത്തമുണ്ടായ ശാപവും പ്രിയപ്പെട്ടവരെ വിട്ടു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. Let every sin come out. സകല പാപവും പുറത്തു വരട്ടെ. Sinful nature leave in Jesus' പാപ name. സ്വഭാവം
യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. Sinful addictions leave in Jesus' പാപ name. ദുശീലങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. The curses of sin leave in Jesus' പാപം name. നിമിത്തമുണ്ടായ ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. You demonic spirits bringing the sinful nature, I command you to leave their spirits in പാപ Jesus' സ്വഭാവം name. കൊണ്ടുവരുന്ന ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെ വിട്ടു പോകുവിൻ. Leave the families in Jesus' യേശുവിന്റെ name. നാമത്തിൽ കുടുംബങ്ങളെ വിട്ടു പോകുവിൻ. Especially in the relationship between the husband and the wife, whatever sinful relationships are there, whatever sins are there in their relationship, forgive them, Lord, and transform them to love each other. ദൈവമേ, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അവരോടങ്ങ് ക്ഷമിക്കണമേ. പരസ്പരം സ്നേഹിക്കത്തക്കവണ്ണം അവരെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. Thank you, Lord, for doing it. ദൈവമേ, അപ്രകാരം ചെയ്യുന്നതിന് നന്ദി. Lord, enter into their അവരുടെ hearts, ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. every heart, എല്ലാ ഹൃദയങ്ങളിലേക്കും, every spirit, എല്ലാ ആത്മാവിലേക്കും, everyone's mind, എല്ലാവരുടെയും മനസ്സിലേക്കും, everyone's body. എല്ലാവരുടെയും ശരീരത്തിലേക്കും Fill their family അവരുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. with thy mighty Holy അങ്ങയുടെ Spirit. പരിശുദ്ധാത്മാവിനാൽ Release them from sin. പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. Let them be free. അവർ വിടുതൽ പ്രാപിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ, In Jesus' name. യേശുവിന്റെ Your നാമത്തിൽ demonic spirits just keep quiet and leave them in Jesus. ദുരാത്മാക്കളെ നിങ്ങൾ മിണ്ടാതെ അവരെ വിട്ട് പോകുവിൻ. Honor them, Lord. പിതാവേ, അവരെ മാനിക്കണമേ. No more shame because of these evil powers. ഇനി ദുരാത്മാക്കൾ നിമിത്തം അവർക്ക് ലജ്ജ നേരിടരുത്. Give them honor and അവർക്ക് joy. മഹത്വവും സന്തോഷവും Honor നൽകണമേ. and joy. അവർക്ക് മഹത്വവും സന്തോഷവും As നൽകണമേ. God's children from today. ഇന്നു മുതൽ ദൈവമക്കൾ എന്ന നിലയിൽ Thank you for doing it, പിതാവേ, Lord. അപ്രകാരം ചെയ്യുന്നതിന് We നന്ദി. love you, Jesus. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. A great deliverance is coming upon everybody. വലിയ വിടുതൽ എല്ലാവരുടെ മേലും വരുന്നു. Jesus has come in. യേശു വന്നതിനാൽ Keep on saying, തുടർന്ന് പറഞ്ഞുകൊണ്ടിരിപ്പിൻ. Jesus, യേശുവേ, you are in my heart. അങ്ങന്റെ ഹൃദയത്തിൽ You വസിക്കുന്നു. are in my heart. അങ്ങന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. You are in my heart. അങ്ങന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. Thank you, wonderful Jesus. അത്ഭുതവാനായ യേശുവേ, നന്ദി. The Holy Spirit is with us. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്. He will honor us. ആത്മാവ് നമ്മെ മാനിക്കും.